മുനമ്പത്തെ ഭൂമി വഖഫാണെന്ന് ബോർഡ് ഉത്തരവുണ്ടെന്ന് മന്ത്രി പി രാജീവ്. മുൻ ചെയർമാൻ റഷീദ് അലി തങ്ങളാണ് ഉത്തരവിറക്കിയത്. വഖഫ് ബോർഡ് എല്ലാ വശവും കേട്ടാണ് ഉത്തരവിറക്കിയത്. വിഷയത്തിൽ സങ്കീർണതയുണ്ട്. കുരുക്കഴിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് മുൻ വഖഫ് ബോർഡ് ഇറക്കിയ ഉത്തരവെങ്കിലും പ്രതിപക്ഷം വായിക്കണമെന്നും പി രാജീവ് പറഞ്ഞു. ഞങ്ങൾ ഗവൺമെന്റ് രാഷ്ട്രീയമായ മുതലെടുപ്പിനും വർഗീയമായ മുതലെടുപ്പിനും എതിരാണ്. ഈ ഭൂമി വഖഫ് ഭൂമിയാണെന്നുള്ള വഖഫ് ബോർഡിന്റെ ഓർഡറാണിത്. ഓർഡർ ബിഫോർ ദ കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്. അതിന്റെ ചെയർമാന്റെ പേര് ജനാബ് സയ്യിദ് റഷീദ് അലി PM എന്നാണ്. എന്നിട്ട് പാണക്കാട് സയ്യിദ് റഷീദ് അലി തങ്ങളാണ് ഇത് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. എന്നിട്ട് ആർക്കും തർക്കമില്ല. സർക്കാർ വഖഫ് ബോർഡ് അവരുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച്, ഞാൻ ഈ വ്യക്തിയല്ല പറയുന്നത്, പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇത് വസ്തുതയ്ക്ക് നിരക്കാത്തതാണ്, ഇപ്പൊ ഈ ഗവൺമെന്റ് എന്തോ ചെയ്തു എന്നാണ്. അപ്പൊ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ജനാബ് സയ്യിദ് റഷീദ് അലി PM അദ്ദേഹം ചെയർമാനായിരിക്കുന്ന ബോർഡാണ് എല്ലാ വശവും പരിശോധിച്ചിട്ട് ഇത് വഖഫിൻ്റെതാണ് എന്ന് സ്ഥാപിച്ച് നടപടികളിലേക്ക് എത്തിയത്. KPCC സെക്രട്ടറി ആയിരുന്ന ആളായിരുന്നു ഇതിന്റെ പവർ ഓഫ് അറ്റോർണി. അദ്ദേഹമാണ് ഈ സെയിൽ മുഴുവൻ നടത്തിയത്. അവരെ കുറ്റപ്പെടുത്തല്ല ചെയ്യുന്നത്. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഞങ്ങളിതൊന്നും പറയാതെ രാഷ്ട്രീയമായിട്ടോ മതപരമായിട്ടോ ചേരിതിരിവുകൾക്ക് പോകാതെ എല്ലാവരും യോജിപ്പോടുകൂടി നടത്തേണ്ടതാണ്. വളരെ വിശദമായിട്ട് ഈ പാണക്കാട് സയ്യിദ് റഷീദ് അലി തങ്ങളുടെ നേതൃത്വത്തിലുള്ള ബോർഡാണ് ഇതിന് അസെപ്റ്റൻ ചെയ്ത് തീരുമാനമെടുത്തത്. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ടാക്സ് പിരിക്കാത്ത സാഹചര്യം വന്നത്.